അയ്യപ്പൻ ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ 102 സീറ്റുമായിട്ട് UDF അധികാരത്തിലെത്തുകയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് വലിയൊരു റെക്കോർഡ് ജയം നേടിയിട്ടുണ്ട്. 63 MLA-മാരാണ് കോൺഗ്രസിൻ്റെ അഡ്രസ്സിൽ വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അഭിമാന മുഹൂർത്തമാണ്. പക്ഷേ ഒരാശങ്ക ഉണ്ടാകുന്നത് ഇത്ര തിളക്കമാർന്ന ജയം നേടുമ്പോഴും ഇതിന് ശേഷം വരുന്ന ചർച്ചകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി, അത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഏതൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കും. ഈ പറയുന്ന വിജയത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ആ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ തർക്കവും പിടിവലിയും ചരടുവലിയൊക്കെ രൂക്ഷമായിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എന്താണ് പ്രേം? നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് നമ്മുടെ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ രംഗത്ത് നമ്മൾ കണ്ടിരുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ ഐക്യമില്ലായ്മയായിരുന്നു. കഴിഞ്ഞ നീണ്ട എത്രയെങ്കിലും വർഷം നമ്മളൊക്കെ രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. രാഷ്ട്രീയം എന്ന് പറയുന്ന അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രിക്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ട്രിക്സ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരിക്കലും മാറാത്ത ഒരു ട്രിക്ക് എന്ന് പറയുന്നതാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നേതൃനിരയിലേക്ക് ആര് വരണം എന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസ് പാർട്ടിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം പ്രേമിനറിയാം, 2011 മുതൽ 2016 വരെ ഇവിടെ ഭരിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിക്ക് എന്ത് കുറവുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കുറവും ഇല്ലായിരുന്ന ഒരു നല്ല മുഖ്യമന്ത്രി തന്നെയായിരുന്നു, നല്ലൊരു രാഷ്ട്രീയക്കാരൻ തന്നെയായിരുന്നു, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നേതാവും തന്നെയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണം പോയി? അത് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള കടുത്ത ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ചോദിക്കും, ഗ്രൂപ്പില്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞിയല്ലേ കോൺഗ്രസ് എന്ന്? ശരിയാണ്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിലെ ജനത ഇവർ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ UDF-നെ 102 സീറ്റിലാണ് ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് ഈ കഴിഞ്ഞ ദിവസം ഒരു മുഖ്യധാരാ മാധ്യമം അഭിമുഖം അവരുടെ ഒരു പരിപാടിയിൽ അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പോലും പ്രതീക്ഷിച്ചത് ഒരു 78 സീറ്റാണ് അല്ലെങ്കിൽ 88 സീറ്റാണ്. അപ്പോൾ പ്രേമ, ഇവിടെ ഒരു സുനാമിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സുനാമിയിൽ ഒരുപാട് വടവൃക്ഷങ്ങളാണ് കടവഴുകി വീണിരിക്കുന്നത്, കോൺഗ്രസ് പോലും വിചാരിക്കാത്ത. അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണക്കാരനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച വോട്ടറെ ഒരുമാതിരി പരിഹസിക്കാതെ, അല്ലെങ്കിൽ അവർ എന്ത് കഷ്ടമാണ് ഈ കാണിക്കുന്നത് എന്ന് പറയിക്കാതെ തീരുമാനമെടുക്കേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ട് എന്നാണ് എനിക്കിതിൻ്റെ ഒരു ചേട്ടൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് 78-88 സീറ്റ് അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു ജയം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ച VD സതീശൻ കൃത്യമായി പറഞ്ഞിരുന്നു 100-ലധികം സീറ്റ് നേടി ഉജ്ജ്വലമായി ജയിച്ച് കയറും. അങ്ങനെയുള്ള VD സതീശൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അതാണിപ്പോൾ ചോദ്യം. ഈ പ്രചാരണം നയിച്ച പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഈ മുന്നണിയെ ഈ നിലയിലേക്ക് എത്തിച്ച, ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-നെ വലിയ രീതിയിൽ മുന്നോട്ട് നയിച്ച VD സതീശനും മുഖ്യമന്ത്രിക്ക് പദവിയിലേക്ക് തീർച്ചയായിട്ടും അർഹതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പോലും ഉറപ്പ് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ? എന്താണ്? ഏതൊരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ വരും? അതായത് കോൺഗ്രസ് പാർട്ടിയിൽ VD സതീശൻ എന്ന ഹരിത MLA അദ്ദേഹം എങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, സത്യത്തിൽ നമ്മൾ എല്ലാവരും ഓഫ് റെക്കോർഡ് ഒരുപാട് മുതിർന്ന മാധ്യമപ്രവർത്തകരോട് നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിലെ തന്നെ ഒരു പ്രമുഖ പത്രത്തിലെ മാധ്യമപ്രവർത്തകനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, വളരെ ലളിതമായി ഒരു KSU പ്രവർത്തകനായി പിന്നെ കൊച്ചിയിൽ ഒരു വക്കീൽ പണി ചെയ്തിരുന്ന സതീശനെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ആ സതീശനെ മാധ്യമങ്ങളാരും പ്രൊമോട്ട് ചെയ്തതൊന്നുമല്ല. അദ്ദേഹം ഒരു നേതാവായി, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു തവണ തോറ്റ ആളാണ്. അദ്ദേഹം അവിടുന്ന് തോറ്റിട്ട് പിന്നീട് അദ്ദേഹം ജയിച്ച ആളാണ്. പറവൂര് അദ്ദേഹം തോറ്റിട്ട് പിന്നെ അദ്ദേഹം ജയിച്ചു വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് മെറിറ്റ് ഉണ്ടോ എന്ന് പ്രേം ചോദിച്ചാൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മെറിറ്റ് അളക്കേണ്ടത് 1-2 കാര്യങ്ങളിലാണ്. അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ പ്രതിപക്ഷത്തിന് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് 35 സീറ്റാണുള്ളത്. 26 CPM MLA-മാരും ഒപ്പം 2-3 ഘടകകക്ഷികൾ മാത്രമേ അവർക്കുള്ളൂ. ആ ഘടകകക്ഷിയിൽ CPI കൂടെ ഉണ്ട്. മറിച്ച് അപ്പുറത്ത് നോക്കുമ്പോൾ കോൺഗ്രസ് അടപടലം കടപുഴകി വീണ ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ പ്രതിപക്ഷം ഉണ്ടായിരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി രോഗാവസ്ഥയിലേക്ക് ആവുകയും പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് ഇനി പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ ആഗ്രഹമില്ലെന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല ഒരു വട്ടം ആയിരുന്നതാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് അദ്ദേഹം പ്രതിപക്ഷ പറയുമ്പോൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല അതിൽ ഇപ്പോൾ പരാതിപ്പെടുന്നുണ്ട്, എന്നെ പ്രതിപക്ഷ നേതാവാക്കിയില്ല, ഞാനായിരുന്നു സീനിയർ. പക്ഷേ പ്രേമം, നമ്മൾ അതിൽ നോക്കേണ്ടത്, സീനിയർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരാതി എന്ന് പറയുന്നത് അത് കഴിഞ്ഞുപോയൊരു കഥയാണ്. കാര്യം രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ AICC നേതൃത്വമോ
വി ഡി സതീശനിൽ ഒരു സ്പാർക്ക് ഉണ്ട് എന്ന് കരുതി ആയിരിക്കില്ലേ ആക്കിയത് എന്നൊരു മറുചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരും. ആ സ്പാർക്ക് തന്നെയായിരുന്നു ഈ പറയുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നത്. പി ടി തോമസ് എന്ന അവരുടെ ഏറ്റവും വൈബ്രൻ്റായ ഒരു നേതാവിൻ്റെ അകാല മരണം. അവിടെ ഉമാ തോമസ് എത്രയധികം വോട്ടിനാണ് ജയിച്ചത്? ആ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പി ടി തോമസിന് കിട്ടിയതിനേക്കാൾ വോട്ടിലാണ് ഉമാ തോമസ് ജയിച്ചത്. അവിടെ ഞാനിന്ന് എറണാകുളത്ത് താമസിക്കുന്ന സമയമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ അവിടെ നമ്മളന്ന് കണ്ടത് ഈ മന്ത്രിസഭ അടപടലം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വീട് കയറുന്നുണ്ടായിരുന്നു. സാധാരണയിൽ കവിഞ്ഞ വർക്കുണ്ടായിരുന്നു. ആ വർക്ക് ജയിച്ചില്ലേ? അതൊരു വലിയ ജയമായിരുന്നില്ലേ? അത് സതീശന്റെ ഒറ്റ മിടുക്കായിരുന്നു. അന്ന് കോൺഗ്രസ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ വി ഡി സതീശന് അന്ന് ഒന്നുമല്ലാത്ത കോൺഗ്രസ്, നമ്മളിപ്പോൾ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, ഒരു വളരെ കുറച്ചുണ്ടായിരുന്ന ആ ഒരു പിടിയെ അദ്ദേഹം കയ്യിലെടുത്ത് കൂട്ടിച്ചേർത്ത് അദ്ദേഹം കൂടെ നിർത്തി അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചു. അന്ന് അദ്ദേഹത്തിനോടൊപ്പം നിരവധി നേതാക്കളുണ്ടായിരുന്നു. അതിൽ ഷാഫി ഉണ്ടായിരുന്നു, അന്ന് അദ്ദേഹത്തിനൊപ്പം ഷാഫി ഉണ്ടായിരുന്നു, ഈ രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം MLA ആവുന്നതിന് മുമ്പാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് യൂത്ത് നേതാവാണ്. അപ്പോൾ ആ തൃക്കാക്കര ഇലക്ഷൻ കഴിയുന്നു. പിന്നീട് നമ്മൾ ഏതാ കണ്ടേ? പിന്നെ പാലയിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ, അദ്ദേഹത്തിന് അവസാനം കിട്ടിയ വോട്ടിന്റെ ഇരട്ടി വോട്ടിനാണ് ആ ചെറുപ്പക്കാരൻ ജയിച്ചത്. അതും ഈ പറയുന്ന ടീം UDFന്റെ വിജയമായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പാലക്കാട്, ഇങ്ങനെ ചേലക്കരയിൽ, പാലക്കാട്, എന്തിന് അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നമ്മളെല്ലാം അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ഞാനും ഒക്കെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, എന്നെ ഒരു ജോലി AICC ഏൽപ്പിച്ചു, സോണിയാഗാന്ധി ഏൽപ്പിച്ചു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഏൽപ്പിച്ചു, ഞാനത് വൃത്തിയായി ചെയ്തു, അതെൻ്റെ ഇതാണ്. പിന്നെ പ്രേം പറഞ്ഞ പോലെ 102 സീറ്റ് അദ്ദേഹം കൃത്യമായി ഇന്നലെ ഈ പറഞ്ഞ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഈ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വ്യക്തവും കൃത്യവുമായി കണക്കുള്ള ഒരു നേതാവാണ്, അദ്ദേഹത്തിന് ആകാനുള്ള യോഗ്യതയുണ്ട് എന്നൊരു മെരിറ്റ് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ മെരിറ്റിനപ്പുറം KC വേണുഗോപാൽ എന്ന് പറയുന്ന വടവൃക്ഷം, അതായത് ഈ പ്രസ്ഥാനത്തെ, ഇത് വി ഡി സതീശൻ കേരളത്തിൽ ആ പാർട്ടിയെ രണ്ടാമത് ഈ നിലയിൽ എത്തിച്ചെങ്കിൽ KC വേണുഗോപാലിൻ്റെ മെരിറ്റ് ഈ രാജ്യത്തുടനീളം കോൺഗ്രസിൻ്റെ പ്രസക്തി വീണ്ടും കൊണ്ടുവരാനായിട്ട് അക്ഷീണം പ്രയത്നിച്ച ദേശീയ നിലവാരത്തിലുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിനും വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു വാക്കിനപ്പുറം മുഖ്യമന്ത്രി പദം കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വി ഡി സതീശനെ അദ്ദേഹത്തിന് ഒരു മോഹഭംഗം നൽകിക്കൊണ്ട് KC വേണുഗോപാൽ എന്ന് പറയുന്ന ദേശീയ പ്രാധാന്യമുള്ളൊരു നേതാവിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആനയിക്കുമോ, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിനായി, ഇപ്പോൾ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ ആ മന്ത്രിസഭയിലേക്കില്ല എന്ന് പരോക്ഷമായ സൂചന വി ഡി സതീശൻ നൽകിക്കഴിഞ്ഞു. അപ്പോൾ സതീശനെയും സതീശൻ അനുകൂലികളെയും പിണക്കിക്കൊണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യപ്പെട്ടില്ല എങ്കിൽ പിന്നെ പ്ലാൻ B എന്തായിരിക്കും? അത് നറുക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് വീഴുമോ, അതോ രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞതുപോലെ ഒരു വനിതാ മുഖ്യമന്ത്രിയിലേക്കുള്ള ഒരു പരീക്ഷണത്തിലേക്ക് കോൺഗ്രസ് മുതിരുമോ? ഇല്ല പ്രേം, ഇതിൽ KC വേണുഗോപാലിനെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് ആ ടോപ്പിക്ക് പ്രേം പറഞ്ഞെടുത്ത് നിർത്തി പോകാൻ നമ്മൾ പോകേണ്ടതല്ല. കാര്യം ആ ഒരു മെരിറ്റ് തന്നെയാണ്. KC വേണുഗോപാൽ എന്ന പ്രേമിനും മാധ്യമപ്രവർത്തനത്തിൽ ഓർമ്മയുണ്ടാകും. അദ്ദേഹം ഒരു മന്ത്രിയായി, അദ്ദേഹം ദേവസ്വം ടൂറിസം മന്ത്രിയായി ഇവിടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ ലോകസഭയിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് MP ആയി പറഞ്ഞയക്കുന്നത്. അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കഴിവുറ്റ ഒരു നേതാവ് തന്നെയാണ്, കഴിവില്ലാത്തൊരു നേതാവ് എന്നല്ല. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ജനാധിപത്യം കൂടിയതിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടതാണ്. നിരവധി വിമതന്മാർ മത്സരിക്കാൻ തയ്യാറാവുമ്പോൾ KC അവരെ ചേർത്ത് നിർത്തി അവരോട് പറയുന്ന ഇത്രയും വളരെ ഇൻറ്റിമസി ആയിട്ട് ആ പറയുന്ന പോയവരെ ചേർത്ത് നിർത്തി സംസാരിച്ച ഒരു നേതാവിനെ കേരളം, ഈ വേറൊരു കോൺഗ്രസ് നേതാവിനെ ഒരു നിഷ്പക്ഷമായി കാണുന്നവർ, രാഷ്ട്രീയത്തിന് അതീതമായി കാണുന്നവർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. KCനെ എതിർക്കുന്ന പക്ഷം അതിനെ വ്യാഖ്യാനിക്കുന്ന മറ്റൊരു തരത്തിലാണ്. ഇതൊരു കളമൊരുക്കലിന്റെ ഭാഗമായിരുന്നില്ലേ? അതാണ് രാഷ്ട്രീയം. പ്രേം ചോദിച്ചു, സതീശന്റെ കാര്യം ചോദിച്ചു, സതീശൻ ചെയ്യാനുള്ളത് ചെയ്തു സതീശൻ പറയുന്നു, വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട സതീശൻ പറയുന്നു. അവിടെയാണ് രാഷ്ട്രീയത്തിൽ എല്ലാ പക്ഷവും പയറ്റേണ്ടതല്ലേ? ഇപ്പോൾ ഒരു കേവലം ഒരു സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ ആദർശമാണ്, എൻ്റെ വാക്കുകളാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ മറുവശത്ത് ഒരാൾ കൂടെ വേണമല്ലോ. മറുവശത്ത് അങ്ങനെ ടാക്ടീസിന് ഒരാൾ വേണമല്ലോ. ആ ടാക്ടീസാണ് അദ്ദേഹം ഇവിടെ എടുത്തത്. അത്തരത്തിൽ അദ്ദേഹം ഒരു അടവ് നയം എടുത്തത് കൊണ്ടാണ് 102 സീറ്റിൽ ഇന്നിവിടെ നിന്നിരിക്കുന്നത്. പിന്നെ മൂന്നാമതൊരാളുടെ കാര്യം താങ്കൾ ചോദിച്ചു. അല്ല, KC വേണുഗോപാലിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഇനിയും പറയാനുണ്ട്. പക്ഷേ ഞാൻ ഒന്നുകൂടെ എനിക്ക് പറയാതെ പോകാനില്ല. ആലപ്പുഴയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പോലീസുകാർ രക്ഷാപ്രവർത്തനം നടത്തി തല തല്ലിപ്പൊട്ടിച്ച ആ യുവ നേതാവിനെ മത്സരിപ്പിച്ചത് KC വേണുഗോപാൽ മുൻകൈയെടുത്താണ്. അത് CPM-കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിജയിച്ച് ഈ MLA നിയമസഭയിലേക്ക് വരുമ്പോൾ
തല കുമ്പിട്ടിരിക്കേണ്ടത് കൂടിയാണ് എന്ന് കേരള ജനത നമ്മളെ ഓർമ്മപ്പെടുത്തും. അവരെ തീർച്ചയായിട്ടും അവരെ ഓർമ്മപ്പെടുത്തും. കാര്യം അത് അങ്ങനെ ചില സർജിക്കൽ സ്ട്രൈക്ക് സതീശനൊപ്പം നടത്തിയ ആൾ തന്നെയാണ് കെ സി. പിന്നെ ഇനി നിങ്ങൾ ചോദിച്ച പിന്നെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ കാര്യം. രമേശ് ചെന്നിത്തലയ്ക്കും യോഗ്യതയുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് യോഗ്യതയുണ്ട്. എന്തുകൊണ്ട് യോഗ്യത എന്ന് വെച്ചാൽ 25ാമത്തെ വയസ്സിൽ പാർലമെൻ്ററി തലത്തിൽ അദ്ദേഹത്തിനെ ബഹുമാനപ്പെട്ട കെ കരുണാകരൻ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ മന്ത്രിയാക്കിയതാണ്. അദ്ദേഹത്തിന് കഴിവുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. 25ാമത്തെ വയസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട്, വ്യവസായ വകുപ്പോ ഗ്രാമവികസനമോ അതോ ഗ്രാമവികസനം ഒരു ചെറിയ വകുപ്പാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. ആവട്ടെ, അതിനുശേഷം അദ്ദേഹം എത്ര തവണ MP ആയി, പാർലമെൻ്റ് തലത്തിൽ MP ആയി, മന്ത്രിയായി. അദ്ദേഹത്തിന് മെരിറ്റ് ഉണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. അല്ല, ഈ മെരിറ്റ്, രാഷ്ട്രീയപരമായ മെരിറ്റിനപ്പുറം NSS എന്ന് പറയുന്ന അതാണ് പോയിന്റ്. NSS അത് പറഞ്ഞോളൂ. NSSന്റെ പ്രിയപ്പെട്ട ആണല്ലോ താക്കോൽ സൂക്ഷിപ്പുകാരൻ. അല്ല, അത് മാത്രമല്ല. അല്ല, NSS മാത്രമല്ല പ്രേമേ, ബാക്കിയുടെ പ്രേം പറയണം. മറ്റ് സമുദായ നേതാക്കൾ, മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടാത്തൊരു പ്രിവിലേജ് NSSന്റെ പക്ഷത്ത് നിന്ന് കിട്ടിയ ഒരാളാണ് രമേശ് ചെന്നിത്തല. ഒരു ഘട്ടത്തിൽ പിണങ്ങി നിന്നിട്ട് പിന്നെ കൈനീട്ടി സ്വീകരിച്ച ആളാണ് രമേശ് ചെന്നിത്തല. പിന്നീട് NSSന്റെ വോട്ട് നിർണായകമാണ് എന്ന് കണ്ടപ്പോൾ VD സതീശനെ ഒരേ സമുദായ അംഗമായിട്ട് കൂടി മാറ്റി നിർത്തിയേക്കുമ്പോഴും രമേശ് ചെന്നിത്തലയോട് വലിയ ആഭിമുഖ്യം NSS പുലർത്തുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് അത് അത്ര പെട്ടെന്ന് തള്ളിക്കളയാനും പറ്റില്ല. ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയുടെ തുറുപ്പ് ചീട്ടും അത് തന്നെയാകാനാണ് സാധ്യത. അല്ല, തുറുപ്പ് ചീട്ട് എന്നല്ല അവിടെയും നമ്മൾ പറയേണ്ടത്. രമേശ് ചെന്നിത്തലയുടെ ഒരു ടാക്ടിക്സാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. കാര്യം ഈ പറയുന്ന സാമുദായിക നേതാക്കളായിട്ടുള്ള സുകുമാരൻ നായർ സാറായിരുന്നാലും ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ മുതലാളി ആയിരുന്നാലും, വെള്ളാപ്പള്ളിയുടെ കാര്യം പറയേണ്ട, അത് തീർന്നു. അല്ല, വെള്ളാപ്പള്ളി നടേശൻ മുതലാളി ഇപ്പോൾ അദ്ദേഹം SNDPയുടെ ആളല്ല എങ്കിലും 90 വയസ്സായ ഇത്രയും നാൾ ഇത്തരത്തിൽ രാഷ്ട്രീയവുമായി ഇങ്ങനെ ഇടപഴകി നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തെയും രാഷ്ട്രീയ നയതന്ത്രജ്ഞതയിൽ അദ്ദേഹം ഒരിക്കലും പിണക്കിയിട്ടില്ല. അതൊരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഒരു ഗുണമാണ്. അദ്ദേഹം കരുണാകരനിൽ നിന്ന് പഠിച്ചതാണ്. കരുണാകരൻ ഈ പറയുന്നവരുടെ വീട്ടിലൊന്നും പോവില്ല, പക്ഷെ അവരെ പിണക്കില്ല. അവർ സാമുദായിക നേതാക്കൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ആവശ്യമുണ്ട്. ഇപ്പോൾ സുകുമാരൻ നായർ എന്ന് പറയുന്ന ആ വലിയ നേതാവ്, അദ്ദേഹം ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ മുൻ മുഖ്യമന്ത്രി, ഇനി അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്ത്രത്തിന് ഒരു വേള പച്ചക്കൊടി കാണിച്ച് പ്രതിനിധി അവിടെ അയച്ചതാണ്. എന്നിട്ട് പിന്നീട് സ്വർണം കട്ടതും വിഷയങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് കളം മാറ്റിയത്. ഇവിടെ ഇന്നിപ്പോൾ വോട്ട് മാറി ഈ പറയുന്ന രീതിയിൽ NSSന്റെ വോട്ട് വന്നിട്ടുണ്ട് എന്ന കാര്യം വളരെ ഉറപ്പാണ്. കാര്യം തെക്കൻ ജില്ലകളിൽ ഇപ്പോൾ ആലപ്പുഴ ആയാലും കൊല്ലമായിരുന്നാലും കോൺഗ്രസ് തിരിച്ചു പിടിച്ചു എന്നുണ്ടെങ്കിൽ, അത് കോട്ടയമായാലും ഏതാണ്ട് ഒരു സ്വീപ്പിംഗ് പല തെക്കൻ ജില്ലകളിലും ഉണ്ടായത് NSS വോട്ട് ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ വരുമ്പോൾ ആ ക്ലൈമിന് രമേശ് ചെന്നിത്തലയ്ക്ക് യോഗ്യതയുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഓഫ് റെക്കോർഡ് ചില നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകരുമായൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം, AK ആൻ്റണി എന്ന അവരുടെ തലപ്പൊക്കമുള്ള, അതായത് സോണിയാഗാന്ധി കുടുംബം ഇന്നും എന്തിനും ഒരു അവസാന വാക്ക് തേടുന്ന, കേരളത്തിലെ കാര്യങ്ങളിൽ അവസാന വാക്ക് തേടുന്ന AK ആൻ്റണി ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്, AICCക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം, രമേശിനെ ആക്കുക. രമേശിനെ മുഖ്യമന്ത്രി ആക്കിയാൽ VD സതീശൻ ഈ പറയുന്ന രീതിയിൽ താൻ ചെയ്ത പ്രവർത്തനങ്ങളിൽ കോംപ്രമൈസ് ചെയ്യും. അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ക്യാബിനറ്റിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം, നല്ലൊരു സ്ഥാനം, ചിലപ്പോൾ മിക്കവാറും ധനകാര്യമന്ത്രി ആയിരിക്കും VD സതീശൻ ആകുന്നത്. അദ്ദേഹത്തിന് അതിനുള്ളൊരു ടാലൻ്റ് ഉണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും ഈ ഐസക്കിനെ പോലും അദ്ദേഹം ഒരു കോൺടെസ്റ്റിലൊക്കെ വിളിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു നീക്കത്തിന് AICCക്ക് AK ആൻ്റണി നിർദ്ദേശം നൽകി എന്ന് പറയുന്നു. പിന്നെ മറ്റൊന്നുകൂടി, രാഹുൽ ഗാന്ധി തീരുമാനിക്കും ഈ പറയുന്ന രീതിയിൽ KC വേണുഗോപാൽ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധി തീരുമാനിക്കും. രാഹുൽ ഗാന്ധി ഒരു പൊതുയോഗത്തിൽ പറഞ്ഞു വനിതാ മുഖ്യമന്ത്രിയെ കുറിച്ച്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ തുടങ്ങിയ സീനിയർ വനിതാ നേതാക്കൾ ജയിച്ച് കയറിയിട്ടുണ്ട്. അവർക്ക് സാധ്യത ഇല്ല, അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത. കാരണം അവർക്ക്, നമ്മൾ തന്നെ ദീപ്തി മേരി വർഗീസുമായിട്ട് സംസാരിച്ചത് പിന്നെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ദീപ്തി മേരി വർഗീസ് പറഞ്ഞു, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും അങ്ങനെ ഒരു വനിതാ നേതാവ് കേരളത്തിൽ നിന്ന് പൊങ്ങി വരാനുള്ള സാധ്യത തുച്ഛമാണ്. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്കുള്ള പാട്ടല്ല, സോളോ സോങ് അല്ല, നമ്മൾ ഗ്രൂപ്പ് ഡാൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 വർഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും അടുത്ത 2 വർഷം VD സതീശനുമാകും. ഇനി ഒരു തെരഞ്ഞെടുപ്പ് അതെ 2.5 വർഷം കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ 2.5 വർഷം കൊടുത്താലും ആ പിണക്കം തീരുന്നോട്ടെ. ഏതായാലും നമ്മൾ മനസ്സിലാക്കാവുന്ന കാര്യം, AICCക്ക് വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായി KC വേണുഗോപാൽ, അതായത് രാഹുൽ ഗാന്ധിക്ക് ഡൽഹിയിൽ KC വേണുഗോപാൽ അല്ലെങ്കിൽ സോണിയ ഗാന്ധി അല്ലെങ്കിൽ അവരുടെ നെഹ്റു കുടുംബത്തിന് KC വേണുഗോപാൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറയും.
അത് അല്ല, അത് ഈ കെ ആണ് അത് പറഞ്ഞത്. പറയുമ്പോൾ കെ സി വേണുഗോപാലിനെ പാർലമെന്ററി സമിതി അധ്യക്ഷനൊക്കെ ആക്കിയിട്ടുണ്ട്. അതെ, അപ്പോൾ അങ്ങനെ പാർലമെന്ററി സമിതി അധ്യക്ഷനാക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി കണ്ടിട്ടല്ലാതെ അങ്ങനെ തീരുമാനം എടുക്കാതെ വരും എന്ന് നമുക്ക് കരുതേണ്ടതില്ല. അപ്പോൾ കെ സി വേണുഗോപാൽ സൂപ്പർ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് തന്നെ തീരുമാനങ്ങൾ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയെ കൊണ്ട് നിയന്ത്രിക്കും എന്ന് നമ്മൾ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം.